ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് കുക്കറിൽ വളരെ സിമ്പിളായിട്ട് ഒരു കൂന്തൽ റോസ്റ്റാണ് റെഡിയാക്കുന്നത്. ഇത് പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയെല്ലാം നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. കൂന്തൽ റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഇപ്പോൾ ഒരു കുക്കർ വെച്ച് അതിലോട്ട് 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 3 മീഡിയം സൈസ് സവാള സ്ലൈസ് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി സവാള നന്നായി തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാളയെല്ലാം കളറൊന്ന് മാറി വരുന്നവരെ നന്നായി തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം. സവാളയെല്ലാം ഇപ്പോൾ നന്നായി തന്നെ ഒന്ന് കളർ മാറി വന്നിട്ടുണ്ട്. ഇതുപോലെ നന്നായി തന്നെ ഒന്ന് വഴറ്റിയെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിലേക്ക് ഇനി 1 പീസ് ഇഞ്ചിയും 5 വെളുത്തുള്ളി ചതച്ചതും 2 പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ എല്ലാം റോസ് സ്മെല്ലൊന്ന് മാറി വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 തക്കാളി കട്ട് ചെയ്ത് വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ അതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. തക്കാളിയെല്ലാം പിന്നെ കുക്കറിലാവുമ്പോൾ നന്നായി വെന്തുടഞ്ഞ് കിട്ടിക്കോളും. ജസ്റ്റ് ഇതുപോലെ ഒന്നുകൊണ്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. കാശ്മീരി ചില്ലി പൗഡർ ആയതുകൊണ്ടാണ് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കാശ്മീരി ചില്ലി പൗഡറിൽ എരിവ് അധികം ഉണ്ടായിരിക്കില്ല. സാധാരണ നമ്മൾ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നതിൽ കുറച്ച് കുറവ് ചേർത്ത് കൊടുത്താൽ മതിയാവും. 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ. ഇതെല്ലാം ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പൊടികളുടെ റോസ് സ്മെല്ലെല്ലാം ഒന്ന് മാറുന്നവരെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. അല്ലെങ്കിൽ പൊടികളെല്ലാം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇതിലോട്ട് ഞാൻ കുറച്ച് തേങ്ങാക്കൊത്തും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ തേങ്ങാക്കൊത്തും കൂടെ ചേർത്ത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഇനി 1/2 kg കൂന്തലും കൂടെ ചേർത്ത് കൊടുക്കാം. ക്ലീൻ ചെയ്ത ശേഷം നന്നായി ഒന്ന് വാഷ് ചെയ്ത് വെച്ചതാണ്. സവാളയെല്ലാം വഴറ്റിയെടുക്കുമ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ്. കൂന്തലിലോട്ട് പിടിക്കാനുള്ള കുറച്ച് ഉപ്പ് കൂടെ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. കുറച്ച് വേപ്പില കൂടെ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടെ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മസാലയെല്ലാം കൂന്തലിൽ നന്നായി തന്നെ ഒന്ന് പിടിച്ച് വരണം. നന്നായി തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ എല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കൂന്തലിലും കുറച്ച് വെള്ളം വരും. അപ്പോൾ 1/2 കപ്പ് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതിയാവും. എല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മൂടി വെച്ച ശേഷം നന്നായി തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. 1 വിസിൽ ഹൈ ഫ്ലെയിമിലും 2 വിസിൽ ലോ ഫ്ലെയിമിലും വെച്ച് വരുത്തിയാൽ മതിയാവും. എന്നിട്ട് എയർ പോയി തുറന്ന് നോക്കുമ്പോൾ കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ടാവും. കൂന്തലിപ്പോൾ കുക്കായതിന് ശേഷം ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഒരു 2 മിനിറ്റ്സും കൂടെ ഇതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോഴേക്കും ഒന്നുകൂടെ നന്നായി സെറ്റായി വരും. ഇപ്പോൾ കൂന്തൽ റോസ്റ്റ് ഒന്നുകൂടെ ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ ഇതുപോലെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കൂന്തൽ റോസ്റ്റ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. കുക്കറിൽ വളരെ ഈസി ആയിട്ട് നല്ല ടേസ്റ്റിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന കൂന്തൽ റോസ്റ്റാണ്. കുക്കറിലല്ലാതെ കൂന്തൽ റോസ്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ എൻഡ് സ്ക്രീനായിട്ട് കൊടുക്കാം. അതും കൂടെ എല്ലാവരും ഒന്ന് പോയി കണ്ടു നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത ശേഷം അതിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണേ. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷൻസ് ആയിട്ട് എല്ലാവർക്കും കറക്റ്റായിട്ട് ലഭിക്കുന്നത്. താങ്ക് യു.